ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് ത്രൂ ദ ഏജസ് എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പാർട്ട് 2 ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. നമുക്ക് പേജ് നമ്പർ 57 മുതലാണ് നോക്കാനുള്ളത്. ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ് എന്ന് മുതലുള്ളതാണ് നോക്കാനുള്ളത്. അതുവരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്ങിലെ ഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലോത്തിങ്ങിലേക്ക് എങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു മാനുഫാക്ചർ യൂണിറ്റിലേക്ക് നമ്മൾ എങ്ങനെയാണ് വന്നത്, പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ക്ലോത്തിൽ വന്നിട്ടുള്ള ഡൈവേഴ്സിറ്റി എന്തൊക്കെയാണ് പുതിയ വൈവിധ്യങ്ങൾ, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഡോണ്ട് വി വിയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്തിങ് ദാറ്റ് സ്യൂട്ട് ഡിഫറെൻറ്റ് ക്ലൈമറ്റ്. നമ്മൾ ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഉപയോഗിക്കാറ് അല്ലേ. ആർ ദ ഡിഫറൻസസ് ഇൻ ക്ലോത്തിങ് ഓൺലി ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ക്ലൈമറ്റിൽ വരുന്ന ആ ചേഞ്ചസിൽ മാത്രമാണോ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ക്ലോത്ത് ഉപയോഗിക്കുന്നത്, അഥവാ ക്ലൈമറ്റ് മാത്രമാണോ നമ്മുടെ ക്ലോത്തിൻ്റെ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ. താഴെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഈച്ച് ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ഈസ് യൂസ്ഡ്. നമ്മളൊന്ന് നോക്കുക, അതിൽ ഓരോ ഡ്രസ്സും ഓരോ രീതിയിലാണ് അവർ വിയർ ചെയ്തിരിക്കുന്നത്. അതെന്തൊക്കെ ബേസിലാണെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. റൈറ്റ് ദ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ദ പിക്ചേഴ്സ് ഇൻ ദ ടേബിൾ ഗിവൺ. എന്നിട്ട് താഴെ തന്നിട്ടുള്ള ടേബിൾ നമ്മളുടെ അടുത്തൊന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഒന്നാമത്തത് നമുക്കറിയാം എന്താണ്, വിൻ്ററിൽ ധരിക്കുന്ന ഡ്രസ്സാണ് അല്ലേ. രണ്ടാമത്തെ ഒരു അഡ്വക്കേറ്റ് ധരിച്ചിരിക്കുന്നതാണ്. മൂന്നാമത്തത് പോലീസാണ്. നാലാമത്തത് ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ധരിച്ചിരിക്കുന്നതാണ്. അഞ്ചാമത്തത് എന്താണ്, ഒരു എംപ്ലോയ്മെൻ്റ് ആണ് അല്ലേ. അതുപോലെ തന്നെ ആറാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ സീസൺ അനുസരിച്ച് മഴക്കാലത്ത് നമ്മൾ ധരിക്കുന്ന റെയിൻകോട്ടാണ്. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ ഓരോ ആളുകളും ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ടേബിൾ എന്ന് നോക്കാം. ഇവിടെ ക്ലൈമറ്റ് അനുസരിച്ച് ധരിച്ചിരിക്കുന്നത് ഏതൊക്കെ നമ്പർ ആണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? 1ാമത്തെയും 6ാമത്തെയുമാണ്. ഓക്കെ, ഇമ്മ്യൂണിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് 4ാമത് കൊടുത്തിട്ടുള്ള പിക്ചറാണ്. ഇനി അതോറിറ്റി സ്റ്റാറ്റസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് 3ാമത്തെ പിക്ചറാണ്. എംപ്ലോയ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് 2ാമത്തെയും 5ാമത്തെയും പിക്ചറാണ്. ഓക്കെ, അപ്പോൾ ആ നമ്പേഴ്സ് നിങ്ങൾ അവിടെ നിന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. ദെൻ പ്രിപ്പയർ എൻ ആൽബം ബൈ കളക്ടിങ് പിക്ചേഴ്സ് ഇൻഡിക്കേറ്റിംഗ് ഡ്രസ്സിങ് ഇൻ വേരിയസ് സിറ്റുവേഷൻസ്. ഓരോ സിറ്റുവേഷൻസിലും വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഓരോ കൾച്ചർ ബേസ്ഡ് വേറെ ഡ്രസ്സ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ റിലീജിയൻ ബേസ്ഡ് ഡ്രസ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും അവരുടേതായ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ക്ലൈമറ്റ്, കസ്റ്റംസ്, പൊസിഷൻ ഓഫ് വാട്ടർ, എംപ്ലോയ്മെന്റ് ആൻഡ് റീജിയണൽ ഡിഫറൻസസ് ഇൻഫ്ലുവൻസ് ക്ലോത്തിങ്. എന്തൊക്കെയാണ്? കാലാവസ്ഥ, അതുപോലെ തന്നെ കസ്റ്റംസ്, ആചാരം, അധികാര സ്ഥാനങ്ങൾ, തൊഴിൽ, പ്രാദേശിക വ്യത്യാസങ്ങൾ, ഇവയിലെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. The variety can be seen not only in the clothing but also in jewelry, hats and footwear. എന്താണ് ഈ വസ്ത്രധാരണം എന്ന് പറയുന്നത്? ഒരു ഡ്രസ്സിൽ മാത്രമല്ല, ആഭരണങ്ങളിൽ, തൊപ്പികളിൽ, പാദരക്ഷകളിൽ, ഇവയിലെല്ലാം നമുക്കൊരു ഡൈവേഴ്സിറ്റി കാണാൻ വേണ്ടി സാധിക്കും. Nowadays, a lot of diversities and similarities can be seen in clothing and styling of dressing. ഇന്നത്തെ കാലത്ത് ഒരുപാട് സിമിലാരിറ്റീസും ഉണ്ട്, ഒരുപാട് വെറൈറ്റീസും നമ്മുടെ ഡ്രസ്സിങ്ങിലെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് us choose clothing suitable for climate and comfort for everyone's. ഓരോരുത്തരും ധരിക്കുന്നത് ക്ലൈമറ്റിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ അവരവരുടെ കംഫർട്ടിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകളുമാണ്. അനദർ ഏരിയ വേർ ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ് ക്യാൻ ബി സീൻ ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്സ് എന്ന ഫീൽഡിൽ നമുക്ക് ഇതുപോലെ ഡ്രസ്സിലുള്ള ഒരുപാട് വെറൈറ്റീസും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഡോണ്ട് വി ലൈക്ക് ടു എൻജോയ് ആർട്ട് ഫോം വിത്ത് എ വെറൈറ്റി ഓഫ് കളർഫുൾ കോസ്റ്റ്യൂംസ്. നമുക്കറിയാം ഓരോ ആർട്ട് ഫോംസും അതിൽ വെറൈറ്റി എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഡ്രസ്സിങ് തന്നെയാണ് അല്ലേ. ഇപ്പം നമ്മൾ കഥകളിക്ക് ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ് നമ്മൾ ഒപ്പനയ്ക്കോ അല്ലെങ്കിൽ മാർഗംകളിക്കോ നമ്മൾ ഉപയോഗിക്കില്ല. ഓരോന്നിനും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ ഡിഫറൻസ് തന്നെയാണ് നമ്മളത് എൻജോയ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ആർട്ട് ഫോംസ് തന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ നോക്കുക.
ഒബ്സർവ് ദ കോസ്റ്റ്യൂംസ് ഇൻ ദ ഗിവൺ പിക്ചേഴ്സ്. മേലെ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സിലെ കോസ്റ്റ്യൂംസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഐഡന്റിഫൈ ദ ആർട്ട് ഫോംസ് ടു വിച്ച് ദേ ആർ അസോസിയേറ്റഡ് ആൻഡ് ലിസ്റ്റ് ദം. അത് ഏതൊക്കെ ആർട്ട് ഫോംസ് ആണെന്ന് നമ്മളുടെ അടുത്തൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് കഥകളി, പിന്നെ തെയ്യം, മോഹിനിയാട്ടം, കേരള നടനം, ഒപ്പന, ചവിട്ടുനാടകം. ഇത്രയുമാണ്. ഒന്നുകൂടെ പറയാം. കഥകളി, തെയ്യം, മോഹിനിയാട്ടം, കേരള നടനം, ഒപ്പന ആൻഡ് ചവിട്ടുനാടകം. ഓക്കെ. ഡിസ്കസ് ദ ഡൈവേഴ്സിറ്റി ഓഫ് കോസ്റ്റ്യൂംസ് ഇൻ വേരിയസ് ആർട്ട് ഫോം. ഓരോ ആർട്ട് ഫോമിലുമുള്ള ഇതുപോലെയുള്ള വസ്ത്രങ്ങളിലെ ഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഡിസ്ക്രിമിനേഷൻ ഇൻ ക്ലോത്തിങ്. ക്ലോത്തിങ്ങിൽ വന്നിട്ടുള്ള ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു പ്രൊക്ലമേഷന്റെ ഒരു ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത്. ദിസ് ഈസ് എ പ്രൊക്ലമേഷൻ യൂസ്ഡ് ബൈ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ദ കിങ് ഓഫ് ദ ട്രാവൻകൂർ in 1859, granting the right to women of the so-called lower castes of southern Kerala to wear the upper cloth. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? നമ്മുടെ തെക്കൻ കേരളത്തിലെ താഴ്ന്ന ലോവർ ആയിട്ടുള്ള ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ലോവർ കാസ്റ്റിന്റെ ഇടയിൽ അവർക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. അത് അനുവദിച്ചുകൊണ്ട് 1859 തിരുവനന്തപുരം രാജാവായ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച ഒരു പ്രൊക്ലമേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു വിളംബരമാണ് തന്നിട്ടുള്ളത്. വൈ ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് പ്രൊക്ലമേഷൻ? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ദിസ് പ്രൊക്ലമേഷൻ റിവീൽസ് ദാറ്റ് ദ കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദ ടൈം പ്രിവെന്റഡ് സർട്ടൻ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ ഫ്രം വിയറിംഗ് ക്ലോത്ത് ആസ് ദ വിഷ്. എന്താണ്? ജനങ്ങൾക്കിടയിൽ, താഴ്ന്ന ജാതിക്കാർക്കിടയിൽ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള ഒരു അവകാശം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു അല്ലേ. ഇനി എവിടെയാണ് ട്രാവൻകൂർ എന്ന് കൊടുത്തിട്ടുണ്ട്. ട്രാവൻകൂർ വാസ് എ princely state in British India, comprising most of southern Kerala, a small part of central Kerala and Kanyakumari district, which is now a part of Tamil Nadu. അപ്പോൾ എവിടെയാണ് ട്രാവൻകൂർ എന്ന് പറയുന്നത്? തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതുപോലെ തന്നെ മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമാണ് ട്രാവൻകൂർ എന്ന് പറയുന്നത്. Then the Travancore state expanded during the reign of Annilam Tirunal Marthandavarma in mid 18th century. 18th centuryയിൽ പകുതിയോടെ അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെ ചെറിയൊരു രാജ്യമായിരുന്നു. വിത്ത് ദ ഇൻഫർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള 1956 ദിസ് പ്രിൻസ്ലി സ്റ്റേറ്റ് ബിക്കം എ പാർട്ട് ഓഫ് കേരള. അങ്ങനെയാണ് ഈ നാട്ടുരാജ്യം കേരളത്തിന്റെ ഭാഗമായത് 1956. ഓക്കെ. ഇനി അപ്പർ ക്ലോത്ത് അഗിറ്റേഷനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഡ്യൂറിംഗ് ദ ഏർലി 19th century എ സർട്ടൻ സെക്ഷൻ ഓഫ് ദ വുമൺ ഇൻ സദേൺ ട്രാവൻകൂർ മെയ്ഡ് എ പ്രൊട്ടസ്റ്റ് ഫോർ ദ റൈറ്റ് ടു കവർ ദ അപ്പർ പാർട്ട് ഓഫ് ദെയർ ബോഡി. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾക്ക് മാറുമറക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് ഈ ഒരു സമരം എന്ന് പറയുന്നത്. അറ്റ് ദാറ്റ് ടൈം ഓൺലി വുമൺ who were said to belong to the upper caste had the right to wear the upper cloth as they wished. അതിനുശേഷം അക്കാലത്ത് എന്താണ് സംഭവിച്ചിരുന്നത്? ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെടുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഈ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരം അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അങ്ങനെ അവരത് നേടിയെടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ദെൻ discuss and make note about the violation of right that existed in clothing. വസ്ത്രധാരണത്തിൽ നിലനിന്നിരുന്ന അവകാശ നിഷേധങ്ങളെ കുറിച്ചിട്ട് ക്ലാസ്സിൽ ഒരു ഡിസ്കഷൻ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ദെൻ ക്ലോത്ത് ആസ് എ വെപ്പൺ ഓഫ് അജിറ്റേഷൻ. എന്താണ്? അജിറ്റേഷന്റെ ഒരു വെപ്പൺ ആയിട്ടാണ് ക്ലോത്തിനെ അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. എങ്ങനെയൊക്കെ ആയിരുന്നു? ക്ലോത്ത് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ദ പാസ്റ്റ് ആസ് എ വെപ്പൺ അഗെയിൻസ്റ്റ് വേരിയസ് ഫോം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു സമരം കൂടിയായിരുന്നു ഈ ഒരു ഡ്രസ്സിന്റെ കാര്യത്തിൽ അന്ന് നിലനിന്നിരുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എമംഗ് ദം വാസ് എ സ്ട്രഗിൾ ബ്ലെഡ് ബൈ മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യസ് ഫ്രീഡം മൂവ്മെന്റ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ അന്ന് സമരം നടന്നിരുന്നു. എന്തിനായിരുന്നു?
നടന്ന ഒരു പോരാട്ടം തന്നെ ഇതിൽ വലിയതാണ്. അത് ഏതാണെന്ന് പറയുന്നുണ്ട്. ഗാന്ധിജി മേടിയ ഗാന്ധി ഡ്രസ്സിന്റെ എതിരെയുള്ള ഗാന്ധി ഡ്രസ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചർക്ക ആൻഡ് ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് ആസ് എ പാർട്ട് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. നമ്മുടെ ഫോറിനേഴ്സ് കൊണ്ടുവരുന്ന ഡ്രസ്സൊക്കെ ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ അന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഗാന്ധി ഡ്രസ്സുകൾ കൂടുതൽ ഉപയോഗിക്കണം, ചർക്ക ഉപയോഗിക്കണം എന്നൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ വാദങ്ങൾ. ഈ എൻകറേജ്ഡ് ഖാദി ക്ലോത്ത്സ് മെയ്ഡ് ബൈ സ്പിന്നിങ് ഇൻ ദ ചർക്കാസ്. ചർക്കയിലുണ്ടാക്കുന്ന ഖാദി ഡ്രസ്സുകളായിരുന്നു അദ്ദേഹം എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ എസ്കോർട്ടഡ് പീപ്പിൾ ടു വിയർ ഖാദി ക്ലോത്ത്. അതുപോലെ തന്നെ അദ്ദേഹം ജനങ്ങളോട് ഇത് അണിയാനും അഥവാ ഉപയോഗിക്കാനും വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഗാന്ധിജി ഡിമാൻഡഡ് ടു ബോയ്ക്കോട്ട് ഫോറിൻ ക്ലോത്ത്സ് ബൈ മേക്കിംഗ് ആൻഡ് വിയറിംഗ് ആൻഡ് ഇൻഡിജിയസ് ക്ലോത്ത്. അതുപോലെ തന്നെ ഫോറിനേഴ്സ് കൊണ്ടുവരുന്ന ഡ്രസ്സുകളൊക്കെ ഉപേക്ഷിക്കാനും അതുപോലെ തന്നെ അതിനെ ബോയ്ക്കോട്ട് ചെയ്യാനും വേണ്ടി അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതായിരുന്നു ഇന്ത്യൻ പീപ്പിൾ ബോയ്ക്കോട്ടിൻ ദ ബേണിംഗ് ഫോറിൻ ക്ലോത്ത്സ് ഒക്കെ ബേൺ ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ് അവിടെ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഗാന്ധിജി സ്പിന്നിങ് യാൺ ഓൺ ദ ചർക്കയിൽ നൂല് നെയ്ക്കുന്നത് ആ ചിത്രവും തന്നിട്ടുണ്ട്. ഗാന്ധിജി ടേൺ ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ടു എ മാസ് മൂവ്മെന്റ് ബൈ മേക്കിംഗ് ദ ക്ലോത്ത് ആസ് എ വെപ്പൺ സ്ട്രഗിൾ. എന്താണ്? വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ചർക്ക ബിക്കേം എ സിംബൽ ഓഫ് ദ സ്വദേശി മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യയിലെ ഫ്രീഡം സ്ട്രഗിളിന്റെ ഒരു സിംബലായിട്ടായിരുന്നു നമ്മൾ ചർക്കനെ, സ്വദേശി സിംബലായിട്ടായിരുന്നു ചർക്കനെ കണ്ടിരുന്നത്. വിയറിംഗ് ഖാദി ക്ലോത്ത്സ് ആൻഡ് ഖാദി ക്യാപ്സ് ബിക്കം എ സിംബൽ ഓഫ് പാട്രിയോട്ടിസം. അതുപോലെ തന്നെ ഖാദി ഡ്രസ്സ് ധരിക്കുന്നതും അതിന്റെ ക്യാപ്പ് ധരിക്കുന്നതും ഒക്കെ പാട്രിയോട്ടിസിന്റെ ഭാഗമായിട്ട് അതിന്റെ സിംബലായിട്ട് കണക്കാക്കുകയും ചെയ്തു. ഇനി എന്താണ് സ്വദേശി മൊമെന്റ് എന്ന് പറയുന്നുണ്ട്, എന്താണ് ഖാദി മൊമെന്റ് എന്ന് പറയുന്നുണ്ട്. അത് കൂട്ടുകാരൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ. The next one, how did Charkha and Khadi clothing become a weapon of agitation against the British? എങ്ങനെയാണ് ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സമരായുധമായിട്ട് ചർക്കയും ഖാദി വസ്ത്രവും ഒക്കെ മാറിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിൽ കൂട്ടുകാർ ചെയ്യേണ്ട പ്രവർത്തനമാണ്. Then next one, new trends in cloth. ക്ലോത്തിൽ വന്നിട്ടുള്ള പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, പുതിയ പ്രവണതകൾ എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. എന്തൊക്കെയായിരുന്നു? ഡു യു ലൈക്ക് ടു വിയർ ദ സെയിം ടൈപ്സ് ഓഫ് ക്ലോത്ത് ഓൾ ടൈം? എല്ലാ സമയത്തും നിങ്ങൾക്ക് ഒരേപോലെയുള്ള ഡ്രസ്സൊക്കെ ധരിക്കാൻ ഇഷ്ടമാണോ? അല്ലേ, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനാണ് ഇഷ്ടം. വാട്ട് ആർ യു പ്രിഫർ ഇൻ ഡ്രസ്സിങ്? എന്താണ് നിങ്ങൾ ഡ്രസ്സിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? വെറൈറ്റി ഡ്രസ്സ് അല്ലേ, വെറൈറ്റി ട്രെൻഡ് മോഡൽസും ഒക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ എംബ്രോയിഡറി, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് പ്രിഫർ ചെയ്യുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സിൽ എന്താണ്? ഓരോന്നും വെറൈറ്റി ഡ്രസ്സാണ് അല്ലേ. Changes take place day by day, not only in the methods of manufacturing but also in the design. എന്താണ്? ഓരോ ദിവസവും ഓരോ മെത്തേഡ്സ് ആണ് മാനുഫാക്ചറിൽ ഉണ്ടാവുന്നത്. മാനുഫാക്ചറിൽ മാത്രമല്ല, ഡ്രസ്സിന്റെ ഡിസൈനിൽ, അതുപോലെ തന്നെ സ്റ്റൈലില്, അതിന്റെ ക്ലോത്തിങ്ങിൽ, എല്ലാത്തിലും ഓരോ ദിവസവും വെറൈറ്റി ആണ് ഉണ്ടാവുന്നത് അല്ലേ. പേഴ്സണൽ പ്രിഫറൻസസ്, ഇൻട്രസ്റ്റ് ആൻഡ് കൺവീനിയൻസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ടുഡേയ്സ് ക്ലോത്തിങ്. ആളുകളുടെ പ്രിഫറൻസ് അനുസരിച്ചും ഇൻട്രസ്റ്റ് അനുസരിച്ചുമാണ് ഓരോ ദിവസവും ഡ്രസ്സിൽ ഓരോ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. There is an interest in development in clothing also along with the changes in beauty concept. ഓരോരുത്തരുടെ ബ്യൂട്ടി കൺസെപ്റ്റ് അനുസരിച്ച് ഓരോ ഡ്രസ്സിലും ഓരോ ദിവസം ഓരോ ഡെവലപ്മെന്റ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്വർടൈസ്മെന്റ്, മൂവീസ്, സോഷ്യൽ മീഡിയ എക്സെട്ര ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ചോയ്സ് ഓഫ് ക്ലോത്തിങ്. നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ്? അഡ്വർടൈസ്മെന്റ് നോക്കും, മൂവീസ് നോക്കും, സോഷ്യൽ മീഡിയാസ് നോക്കും. ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഡ്രസ്സും ഡിസൈൻ ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും. ഓക്കെ. Organize a discussion on how advertisement, movies, social media, etc. influence the choice of clothing. നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു സെലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഡിസ്കഷൻ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് തന്നെ അറിയാം, കൂട്ടുകാരും ഇതുപോലെ ഓരോ വെറൈറ്റീസ് ആണ് എപ്പോഴും ചൂസ് ചെയ്യാറല്ലേ. അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മളതിൽ നോക്കാറ്? നമ്മൾ ഒരു മൂവിയിൽ അതുണ്ടോ എങ്കിൽ നമ്മളും അത് എടുക്കും, അത്തരത്തിലുള്ള ഒരു മെന്റാലിറ്റി ആണല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ A lot of employment opportunities are opening up today in the field of like fashion designing and embroidery. എന്താണ്? ഫാഷൻ ഡിസൈനിങ്ങിലും എംബ്രോയിഡറിയിലും ഇന്ന് ഒരുപാട് ഓപ്പണിങ്സ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിലനിൽക്കുന്നത്. ടുഡേ ഫാഷൻ ഡിസൈനിങ് ഹാസ് ഗ്രോൺ ഇൻ ടു ദ ഫീൽഡ് ഓഫ് സ്റ്റഡി വിത്ത് ഇമ്മൻസ് എംപ്ലോയ്മെന്റ് പൊട്ടൻഷ്യൽ. ആർക്കാണോ അതിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ളത്, അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോ അപ്പ് ചെയ്യുന്ന ഒരു ഫീൽഡുമാണ് നമ്മുടെ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. ദെൻ എംബ്രോയിഡറി ക്ലോത്തും ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്.
Then let's see what is the employment sectors in clothing manufacturing sectors. എന്തൊക്കെയാണ് ക്ലോത്ത് മാനുഫാക്ചറിംഗ് സെക്ടേഴ്സിൽ എന്തൊക്കെ മേഖലയാണ് എംപ്ലോയ്മെന്റിനുള്ളത്? വേവിങ്, കോസ്റ്റ്യൂം ഡിസൈനിങ്, സ്വിങ്ങിങ്, ദെൻ എംബ്രോയിഡറി, ഡിസൈനിങ്, ഡ്രൈയിങ്, സ്പിന്നിങ്, ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു ഫീൽഡിൽ എംപ്ലോയ്മെന്റ് രീതിയിൽ അഥവാ ജോലി സാധ്യതയുള്ള മേഖലകൾ എന്ന് പറയുന്നത് ഈ ഒരു മേഖലയൊക്കെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ദെൻ നെക്സ്റ്റ്, how can we convert used and unwanted clothing into useful materials? എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചതും അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒക്കെ നമുക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് കൊളാഷ് തന്നിട്ടുണ്ട്. ടാലന്റഡ് അറ്റ് ദ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ വിത്ത് എ കാർപ്പറ്റ്സ് മേക്കിംഗ് ഫ്രം സ്ക്രാപ്പ് ക്ലോത്തിൽ നിന്നും ഒരുപാട് കാർപ്പറ്റ് ഒക്കെ ഉണ്ടാക്കിയതായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ മലപ്പുറം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വിത്ത് എ പ്രൊജക്ട് ടു മേക്ക് എ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം ഓൾഡ് ക്ലോത്തിൽ നിന്ന് എന്താണ് ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ. ദെൻ വോളണ്ടിയറി ഓർഗനൈസേഷൻ വിത്ത് എ മിഷൻ ടു കളക്ട് എ ക്ലോത്തിങ് ഫോർ റിലീഫ് ക്യാമ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ക്ലോത്ത് കളക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ദെൻ വടകര മുനിസിപ്പൽ കോർപ്പറേഷൻ വിത്ത് ദ പ്രൊജക്ട് ഗീവ് അസ് സാരീസ് വി വിൽ ഗീവ് യു ബാഗ്. എന്താണ് നമ്മുടെ വടകര മുനിസിപ്പൽ കോർപ്പറേഷന്റെ അതിൻ്റെ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് നിങ്ങൾ എനിക്കൊരു സാരി തരും, ഞാൻ നിങ്ങൾക്കൊരു ബാഗ് തരാമെന്ന ഒരു പ്രൊജക്റ്റാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ ഇതൊക്കെ എങ്ങനെയൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഹെഡ്ലൈൻസ് ഒക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തോ, എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്, നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ടുഡേ ടൺസ് ഓഫ് ക്ലോത്ത് ദെൻ ത്രോ അറൌണ്ട് ദ വേൾഡ്. നമ്മൾ ഒരുപാട് ഡ്രസ്സുകളും മറ്റുമൊക്കെ നമ്മൾ വലിച്ചെറിയുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അതൊന്നും വലിച്ചെറിയാതെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഇത്തരത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ എങ്ങനെയൊക്കെയാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതുവരെയുള്ള എല്ലാതും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.